الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فعن بريدة رضي الله عنه قال أصبح رسول الله صلى الله عليه وسلم فدعا بلالا فقال يا بلال بما سبقتني إلى الجنة فما دخلت الجنة قط إلا سمعت خشخشتك أمامي فقال بلال يا رسول الله ما أذنت قط إلا صليت ركعتين وما أصابني حدث إلا توضأت عنده ورأيت أن لله علي ركعتين فقال رسول الله صلى الله عليه وسلم بهما റവാഹു ഇമാം തിർമിദി. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഖൈർ നൽകട്ടെ. നമ്മോടൊപ്പം സ്ഥിരമായി ജമാഅത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ ഒരു സഹോദരൻ കൂടെ ഒന്ന് രണ്ടാളുകളും നാളത്തെ ദിവസം ഉംറ നിർവഹണത്തിന് വേണ്ടി യാത്ര പുറപ്പെടാനിരിക്കുകയാണ്. അല്ലാഹു അവരുടെ യാത്ര ഖൈറും ബറക്കത്തും ഉള്ളതാക്കി കൊടുക്കട്ടെ. സ്വീകാര്യോഗ്യമായ ഉംറയും സംതൃപ്തിപൂർണമായ റൗള സിയാറത്തും അതുപോലെ എല്ലാ അമലുകൾക്കുള്ള തൗഫീഖും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇപ്പോഴും നമ്മുടെ ബന്ധപ്പെട്ട ചിലരൊക്കെ മക്ക മദീന ഹറമുകളിലുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സ്വീകാര്യോഗ്യമായ അമലുകൾക്ക് തൗഫീഖ് കൊടുക്കട്ടെ. സ്വർഗവാതിലുകളായി നമുക്ക് മുമ്പിലുള്ള ഒരു രണ്ട് നിസ്കാരത്തെക്കുറിച്ചാണ് ഇന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്. ബഹുമാനപ്പെട്ട ബുറൈദത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഒരിക്കൽ ഒരു പ്രഭാതം നേരം പുലർന്നു, ഇതുപോലെ സുബഹി നിസ്കാരം കഴിഞ്ഞു. അപ്പൊ ദൂതര് സുബഹി നിസ്കരിച്ചിട്ട് കുറച്ചേരം ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചിലതൊക്കെ പറയുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ കൂട്ടത്തില് ആരെങ്കിലും എന്തെങ്കിലും സ്വപ്നം കണ്ടിരുന്നോ എന്നൊക്കെ ചോദിക്കും. താൻ വല്ല സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയുകയും ചെയ്യും. ആ കൂട്ടത്തിൽ ഒരു ദിവസം പ്രഭാത നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ദൂതര് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ബിലാലെ, നിങ്ങൾ എന്നെക്കാളും മുന്നേ സ്വർഗത്തിലെത്തിയത് എന്തുകൊണ്ടാണ്? ഞാൻ സ്വർഗത്തിൽ കടക്കുമ്പോഴെല്ലാം നിങ്ങൾ നടന്നു പോകുന്ന ചെരുപ്പിന്റെ ആ ശബ്ദം, കരകര ശബ്ദം ഞാൻ കേട്ടല്ലോ. അതെന്തുകൊണ്ടായിരിക്കും? എന്താ നിങ്ങളുടെ അടുത്തുള്ള കൈമുതൽ സ്വർഗത്തിൽ ഇങ്ങനെ എത്താനും ഇത്ര സുന്ദരമായി നടക്കാനും ഇത്ര സുഖലോലുപനായി കഴിയാനും നിങ്ങൾക്ക് എന്താണ് കൈമുതൽ എന്ന് ചോദിച്ചു. ഫഖാല ബിലാൽ, ആ സമയത്ത് ബിലാല് പറഞ്ഞു, നമ്മളിപ്പോ എന്താ പ്രത്യേകിച്ച് ചെയ്യാം? അദ്ദേഹം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹു റസൂലേ, മാ അദ്ദൻതു ഖത്തു ഇല്ലാ സ്വല്ലൈതു റകഅതൈൻ. ഞാൻ എപ്പോൾ ബാങ്ക് കൊടുക്കുന്നുവോ അപ്പോഴെല്ലാം ബാങ്ക് കഴിഞ്ഞ ഉടനെ ഞാൻ 2 റകഅത്ത് നിസ്കരിക്കാറുണ്ട് ദൂതരെ. അതുപോലെ വമാ അസാബനി ഹദസുൻ ഇല്ലാ തവദ്ദഅതു ഇൻദഹു. എനിക്ക് എപ്പോൾ അശുദ്ധി ഉണ്ടായോ അപ്പോഴൊക്കെ ഞാൻ ഉടനെ wudu എടുത്ത് ശുദ്ധി വരുത്തും. വറഅയ്തു അന്ന ലില്ലാഹി അലയ്യ റകഅതൈൻ. എനിക്ക് തോന്നും ഈ wudu എടുത്തതിന്റെ പിറകെ ഒരു 2 റകഅത്ത് നിസ്കരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നെനിക്ക് തോന്നും. അങ്ങനെ ഞാൻ ആ 2 റകഅത്ത് നിസ്കരിക്കും. ഇങ്ങനെ ഒരു കാര്യം ഞാൻ നിത്യമായി തുടർന്നു വരാറുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് അല്ലാഹുവിന്റെ ദൂതർ പറഞ്ഞു, ബിഹിമാ, എങ്കിൽ ഈ 2 നിസ്കാരം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാനും ഈ ഒരു ഉന്നതമായ പദവി ലഭിക്കാനും കാരണമായിട്ടുള്ളത് എന്ന് അള്ളാഹിന്റെ ദൂതർ സാക്ഷ്യപ്പെടുത്തി. അപ്പൊ ഇതില് 2 നിസ്കാരത്തെ കുറിച്ച് പറയുന്നു. ആ നിസ്കാരം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കൊക്കെ ചിലപ്പോഴൊക്കെ വിട്ടുപോകും, ചിലപ്പോൾ അതിനെക്കുറിച്ച് ശ്രദ്ധ വരാറില്ല. പക്ഷെ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ ഈ ഹദീസ് വായിക്കുമ്പോഴല്ലേ മനസ്സിലാവുന്നത്. തിരുനബി സ്വപ്നം കണ്ടതാണ്, സ്വർഗത്തിലൂടെ ഇങ്ങനെ പോകുന്നതും അവിടെയുള്ള അനുഭവങ്ങൾ കാണുന്നതും. നമ്മൾ കാണുന്ന സ്വപ്നം അല്ലല്ലോ, നബിമാരുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് സാക്ഷാൽ വഹി വരുന്നതിന്റെ മുമ്പ് അവർക്ക് ഈ വഹിയുടെ സ്ഥാനത്തുണ്ടായിരുന്നതും ഏതായിരുന്നു? സ്വപ്നമായിരുന്നു. ഈ സ്വപ്നം സത്യമായി പുലരുകയും ചെയ്യുമായിരുന്നു. ആ കൂട്ടത്തിലൊരു സ്വപ്ന കാര്യത്തെക്കുറിച്ചാണ് അള്ളാഹുവിന്റെ ദൂതർ ഓർമ്മപ്പെടുത്തിയത്. ഞാൻ ഇങ്ങനെ സ്വർഗത്തിലൂടെ പോകുമ്പോൾ എന്നെക്കാളും മുന്നേ നിങ്ങൾ നടക്കണ ആ ചെരുപ്പിന്റെ ശബ്ദമൊക്കെ കേട്ടല്ലോ. അപ്പൊ എന്താ കാര്യം? ഒന്ന്, ബാങ്ക് കഴിഞ്ഞ ഉടനെ 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം. എപ്പോഴാണ് ബാങ്ക് കൊടുക്കുക? ഫർദ് നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടിയിട്ട്.
അപ്പൊ ഓരോ ഫർള് നിസ്കാരത്തിന്റെയും മുമ്പ് ബാങ്കിന്റെ ശേഷമായി സുന്നത്ത് നിസ്കാരമുണ്ട്. ആ നിസ്കാരം വിടാതെ നിലനിർത്തിയവരായിരുന്നു ബഹുമാനപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഉത്തരവാദപ്പെട്ട ആളാണല്ലോ ബിലാൽ, നമുക്ക് എല്ലാവർക്കും അറിയാലോ ചരിത്രം. അതുപോലെ മറ്റൊരു കാര്യമാണ് മഹാനവറുകൾ പറഞ്ഞത്. അത് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത്ര അങ്ങോട്ട് പ്രാക്ടിക്കലായിട്ട് വന്നോളന്നില്ല. അതെന്താ? ഒളു മുറിയുമ്പോഴെല്ലാം ഉടനെ ഒളു ഉണ്ടാക്കുക. അത് നിസ്കരിക്കേണ്ട സമയത്തൊന്നുമല്ല. എപ്പോഴാണോ ഒളു പോകുന്നത് അപ്പൊ പോയിട്ട് ഒളു കിട്ടും. അപ്പൊ എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ സമയവും ശുദ്ധിയിലായിരിക്കും, എപ്പോഴും ഒളുവിലായിരിക്കും. ഇങ്ങനൊരു പ്രത്യേകത. അപ്പോ ഒളു ചെയ്താൽ ഒളുവിന്റെ അനന്തരം ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നമുക്ക് ശറഅാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ പ്രത്യേകതയുള്ളതാണ് എന്ന് വരിക. ചില സ്ഥലത്ത് പള്ളികളിലൊക്കെ പോയാലേ ഈ മഗ്രിബ് ബാങ്ക് കൊടുത്തിട്ട് ചിലയിടത്തിലൊക്കെ കുറച്ച് ആളുകൾ സുന്നത്ത് നിസ്കരിക്കും ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട്. വേറെ കുറച്ച് ആളുകൾ വരും ഇതൊരു കൗതുകത്തോടു കൂടി നോക്കിയിരിക്കും. ചില ആളുകൾ നിസ്കരിക്കാൻ കൂടില്ല, പിന്നെ മെനക്കെട്ട് നിസ്കരിക്കൂല, ആര് കണ്ടാലും നിസ്കരിക്കൂല. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നിസ്കാരം തന്നെ ഇല്ല എന്ന തോന്നലാണ്. വാസ്തവത്തിൽ കണ്ടോ നിങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ് ഞാൻ എപ്പോ ബാങ്ക് കൊടുത്തോ അപ്പോഴൊക്കെ ബാങ്കിന്റെ ശേഷം 2 റക്അത്ത് നിസ്കരിക്കും. അപ്പൊ അതിൽ ഏത് ഒഴിവില്ല? മഗ്രിബ് ഒഴിവില്ല. അപ്പൊ മഗ്രിബ് ബാങ്ക് കഴിഞ്ഞതിന്റെ ശേഷം മഗ്രിബ് ഫർള് നിസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ട്. അത് ചിലയിടത്തിൽ ഇല്ലാന്ന് മാത്രം, ഇല്ലാന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു നിസ്കാരം തന്നെ ഇല്ലാന്ന് വിചാരിച്ചു പോണ്ട. അങ്ങനെ നിസ്കാരമുണ്ട്. സമയം കിട്ടുന്നിടത്തിലൊക്കെ ബാങ്കിന്റെ ജമാഅത്ത് ഫർള് തുറക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ പ്രാധാന്യമുണ്ട്. മറ്റൊരു കാര്യമാണ് നിത്യശുദ്ധി. നിത്യശുദ്ധി മറ്റേ ബഹുമാനപ്പെട്ടവർ പറഞ്ഞല്ലോ, ഒളു മുറിയുമ്പോഴൊക്കെ ഒളു എടുക്കും. അത് വലിയ വലിയ മഹാന്മാരുടെ ചിട്ടയിൽപ്പെട്ടതാണ്. നമ്മുടെ ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, ബഹുമാന്യരായിട്ടുള്ള ഒരുപാട് ആളുകൾ, അവരെല്ലാം ഈ നിത്യശുദ്ധി ഇതുപോലെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അവരെപ്പോ ഒളു മുറിഞ്ഞോ അപ്പോൾ പോയിട്ട് ഒളു എടുക്കും. ഈ ഒളുവിനെ ഉറങ്ങുമ്പോൾ പോലും ഒളു എടുക്കും. ഉറങ്ങുമ്പോൾ ഒളു എടുക്കൽ സുന്നത്തുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഉണർന്നിരിക്കുന്ന സമയത്തെല്ലാം ഒളു, ഉറങ്ങാൻ പോകുമ്പോൾ അപ്പോൾ ഒരു ഒളു, എന്നിട്ട് ഒളു എടുത്തിട്ടേ കിടന്നുറങ്ങുള്ളൂ. ഒളു ചെയ്തതിന്റെ ശേഷം കിടന്നുറങ്ങുന്ന ഒരു സത്യവിശ്വാസിയുടെ ഉറക്കം പ്രത്യേകമായി മലായികത്തുൽ കിറാമിന്റെ സംരക്ഷണവും അവരുടെ പ്രാർത്ഥനയും ഉള്ള ഉറക്കമായിരിക്കും എന്നാണ് കിതാബുകളിൽ കാണുന്നത്. ആ ഉറക്കത്തിലെങ്ങാനും വല്ല സ്വപ്നവും ഇയാൾ കാണുന്നുണ്ടെങ്കിൽ ആ സ്വപ്നം ഒരു പൊഴി സ്വപ്നമാവില്ല, എന്തെങ്കിലുമൊക്കെ അതിൽ ഗുണങ്ങൾ ഉണ്ടാവും, ചെറിയ മെസ്സേജുകൾ ആ സ്വപ്നത്തിലൂടെ ഉണ്ടാകും. സ്വപ്നം ശരിയായ സ്വപ്നമാകണമെങ്കിൽ അതിന് കുറച്ച് നിബന്ധന പറയുന്ന കൂട്ടത്തിലുണ്ട്. ആ സ്വപ്നം കാണുന്ന ആള് ഒളോടുകൂടി ഉറങ്ങിയ ആളാകണം എന്ന് പറയുന്നത്. അപ്പൊ ഒളോടുകൂടിയുള്ള ഉറക്കം നമ്മുടെ സ്വപ്നത്തെ പോലും അതിൻ്റെ ഒരു ചില ലക്ഷണമൊക്കെ സ്വപ്നമാക്കി മാറ്റാനും ചില മെസ്സേജുകളായി സിഗ്നലായി അത് പരിഗണിക്കാനും ഒക്കെ കാരണമാകുന്നുണ്ട്. അപ്പൊ ഒളോടുകൂടിയിട്ടുള്ള ഉറക്കം നല്ലതാണ്. പിന്നെ ഒളു ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ 2 റക്അത്ത് സുന്നത്ത് നമുക്കുണ്ട്. ഈ സുന്നത്ത് നിസ്കാരത്തിന് സമയം പോലും ഒരു തടസ്സമല്ല. നട്ടുച്ചക്കും ആവാം, അസറിന്റെ ശേഷം ആവാം, സുബഹിക്ക് ശേഷം ആകാം. എപ്പോഴാണോ ഒളു ചെയ്തത് ഒളുവിന്റെ ശേഷം എനിക്ക് സുന്നത്ത് നിസ്കാരമുണ്ട്. കറാഹത്തിന്റെ സമയം പോലും ഇതിന് ബാധകമല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും പള്ളിയിലേക്ക് കയറി വരുന്ന സമയത്തായിരിക്കും മിക്കവാറും ബാങ്ക് കൊടുത്തിട്ട് ആയിരിക്കും നമ്മൾ കയറി വരിക. ബാങ്ക് കൊടുത്തിട്ട് നമ്മൾ ഒളു എടുത്തിട്ട് കയറി വന്നാൽ നമുക്ക് ഈ 2 നിസ്കാരം നിസ്കരിക്കേണ്ട ചുമതല നമുക്കുണ്ട്. ഒന്ന് ആ ഒപ്പ് നിസ്കാരത്തിന്റെ മുമ്പുള്ള റവാത്തിബ്, 2 ഒളു കഴിഞ്ഞ ഉടനെയുള്ള സുന്നത്ത് നിസ്കാരം. ഇത് 2നും കൂടി ഒരുമിച്ച് നിയ്യത്ത് വെച്ചിട്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. എന്നാൽ 2 നിസ്കാരം അതുകൊണ്ട് കൂടും. ഉദാഹരണം, ഒളു ചെയ്ത് കയറി വരുന്ന ആള് ളുഹർക്ക് ബാങ്ക് കൊടുത്തതിന്റെ ശേഷമാണ് കയറി വരുന്നതെങ്കിൽ അയാൾ നിയ്യത്ത് വെക്കണം, ളുഹറിന്റെ മുമ്പുള്ള റവാത്തിബും ഒളുവിന്റെ ശേഷമുള്ള സുന്നത്തും കൂടി 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു എന്ന് നിയ്യത്ത് ചെയ്ത് കൈകെട്ടിയാൽ റവാത്തിബ് സുന്നത്തും കൂടി ഒളുവിന്റെ ശേഷമുള്ള സുന്നത്തും. ഇത് ചില ആളുകൾ ശ്രദ്ധിക്കൂല. ചില ആളുകൾ ഒളുവെടുത്ത് കയറി വന്ന് വേഗം പള്ളിൻ്റെ ഒരു മൂലം പോയിട്ട് അവിടെ ഇരിക്കും. റവാത്തിബും ഇല്ല, ഒളുവിന്റെ ശേഷമുള്ള സുന്നത്തും ഇല്ല. അപ്പൊ എത്രയോ ശ്രേഷ്ഠതയുള്ള നമുക്ക് സ്വർഗം തുറന്നു തരികയാണ്. ഇതാ ഈ വാതിലിലൂടെ മോനെ, ഒരു മുഅ്മിനായ മനുഷ്യനെ വിളിച്ചിട്ട് പറയും, വാതിൽ ഇതാ തുറന്നു എന്ന് പറഞ്ഞ് ആ വാതിലിലൂടെ കയറുന്നതിന് പകരം അതെനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയല്ലേ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മുമ്പിലുള്ള സ്വർഗത്തിന്റെ വാതിലാണ്
റവാത്തിബ് നിസ്കാരം, അതുപോലെ തന്നെ വുളൂഇന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരവും. അപ്പൊ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചാൽ നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയും. അല്ലാഹു തആല സാധിപ്പിച്ചു തരട്ടെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും പടച്ചവന്റെ പൊരുത്തം വാങ്ങാൻ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കണം. നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെയും ഇഖ്ലാസുള്ള അമലുകളാക്കി തരട്ടെ. വല്ല ന്യൂനതകളും നമ്മൾ നിർവഹിക്കുന്ന നിസ്കാരാദി കർമ്മങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹു തആല മാപ്പ് ചെയ്ത് തരട്ടെ. ഈ മാസം നമുക്ക് എല്ലാവർക്കും അല്ലാഹു ഗുണമായ സാക്ഷിയാക്കട്ടെ, കേടായ സാക്ഷിയാക്കാതിരിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.